ഇന്ന് ഞാൻ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് ചെക്ക് വെച്ചിരിക്കുന്നു. വെറുതെ അല്ല, കുരുക്ഷേത്ര യുദ്ധം പോലെ സഹോദരങ്ങൾ തമ്മിലടിച്ച് ചാകുന്നത് കാണാൻ. അതെ, അതിനാണ് ഭദ്ര എന്ന മായാമോഹിനിയെ ഞാൻ തൃച്ചംബരത്തേക്ക് അയച്ചത്. തല്ലിച്ചാകട്ടെ അമ്മയും മക്കളും. എല്ലാം കണ്ട് തളർന്നും തകർന്നും നിൽക്കുന്ന അഖിലയുടെ കണ്ണുകളിലെ ദൈന്യത എനിക്കൊന്ന് കാണണം. തിരുനെറ്റിയിൽ തോക്കമർത്തി കാഞ്ചി വലിച്ച് പിടഞ്ഞു വീഴുന്ന അഖിലയെ കൺകുളിർക്കെ കാണണം. നീ സന്തോഷായിട്ട് പോയിക്കോ. ഹലോ. ആ കൊടുക്കാം. പ്രിയങ്ക, നിനക്കാ ഫോൺ. ഹലോ. അതെ, ഒന്ന് കാണണമായിരുന്നു. ഒറ്റ നിൽപ്പില് ചോര മുഴുവൻ വാർന്നു പോയ അവസ്ഥയായിരുന്നു. അതെ അതെ. പാൽ ഞാൻ പിന്നെ വിളിക്കാവേ. ആ കല്യാണി, അവൻ അഖിലാന്റിയുടെ കയ്യിലിരുന്ന് ഉറങ്ങുന്നത് കണ്ടിട്ട് രമ്യയും ജയന്തിയും കൂടി അവനെ എടുത്തോണ്ട് പോയി. രണ്ടുപേരും അവന് നിലത്ത് വെക്കുന്നില്ല. ആ ഏതായാലും പാലിങ്ങെടുത്തേക്ക്, ഉണർന്നു വരുമ്പോ കൊടുക്കാം. ഒന്ന് നിക്ക്. എന്താ സുഖവാസമൊക്കെ മതിയാക്കി ഇന്ന് മടങ്ങല്ലേ മലേഷ്യക്ക്? എന്താ കേട്ടില്ല? ഇന്ന് കെട്ടും ഭാണ്ഡമൊക്കെ എടുത്ത് മലേഷ്യയിലേക്ക് മടങ്ങല്ലേ? എന്താ നോക്കുന്നത്? അല്ല, എനിക്ക് ആള് മാറിപ്പോയതാണോ എന്ന് നോക്കിയതാ. നിന്റെ ആജ്ഞ കേട്ടപ്പോ അഖിലാന്റിയാണെന്ന് തോന്നിപ്പോയി. നീ തൃച്ചംബരത്തെ വെറും എച്ചില് വരുന്നവളല്ലേ? അങ്ങനെയുള്ള നീ ആജ്ഞാപിക്കുന്നോ? അതും എന്നോട്. ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക്? അറിയാം, വന്നതിന്റെ ഉദ്ദേശം അറിയാം. അധികം വൈകാതെ DNA ടെസ്റ്റിന്റെ റിസൾട്ട് വരും. അതിനു മുമ്പ് മടങ്ങുന്നതാ നല്ലത്. അല്ലെങ്കിൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും നിന്നെ. കൊള്ളാം, എല്ലാം അറിയാവുന്ന നീ ഒന്നും അറിയാത്ത പോലെ ആയിപ്പോയല്ലോ കല്യാണി. റിസൾട്ടിന്റെ കാര്യത്തില് നിനക്ക് തെറ്റി. അത് പോസിറ്റീവാ. അരവിന്ദൊന്നും പറഞ്ഞില്ലല്ലേ? ചെന്ന് നേരിട്ട് കണ്ട് തെറ്റ് തിരുത്തിയിട്ട് വാ. നീ വരുന്നത് വരെ ഈ ഭദ്ര ഇവിടെ തന്നെ ഉണ്ടാവും.
അമ്മയുടേതാണെന്നറിഞ്ഞ അത് തൃച്ചംബരത്തിന് മാനക്കേട. അമ്മ സഹിക്കില്ല. എന്നെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന നന്ദനയുടെ മുഖത്ത് ഞാനെങ്ങനെ നോക്കാം? തൃച്ചംബരത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനും കോട്ടം സംഭവിച്ച അമ്മയ്ക്ക് സഹിക്കില്ല. അമ്മയുടെ കൈ കൊണ്ട് അവസാനിക്കുന്നേക്കാൾ സ്വയമല്ല അവസാനിപ്പിക്കുന്ന നല്ലത്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അന്നേരം അറിഞ്ഞോട്ട് ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല. നീ എന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അവസാനം ഞാൻ എന്റെ ബ്രോയോട് യാത്ര ചോദിക്കുക. അവസാനമായിട്ടും എന്റെ ജീവിതത്തിൽ ബ്രോയിൽ നിന്ന് മറച്ചു വെച്ചത് ഈ ഒരു കാര്യം മാത്രം കേട്ടോ. മാപ്പ്. എന്റെ പ്രാണൻ ശരീരം വിട്ടു പോയാലും സ്നേഹിച്ചു കൊതി തീരാത്തോണ്ട് അതെന്റെ ബ്രോയോടൊപ്പം തന്നെ ഉണ്ടാവും. ശരി ബ്രോ, പോവാണ്. പോവാണേ. എന്തായി കാണിച്ചത്? എന്ത് പറ്റി അനിയ കുഞ്ഞിന്? ഞാൻ ഒരു മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ എന്തിനാ കല്യാണി, എന്തിനെന്നെ തടഞ്ഞ്? ഞാൻ കാരണം എന്റെ കുടുംബം തകരാൻ പാടില്ല. എന്റെ കുടുംബത്തിന് നാണക്കേട് വന്നിരിക്കുക. ഞാനിപ്പോ ഭദ്രയെ കണ്ടിരുന്നു. അനിയൻകുഞ്ഞ് എന്നോട് മറച്ചു വെച്ച കാര്യങ്ങളൊക്കെ അവൾ എന്നോട് പറഞ്ഞു. അപ്പോഴാ അനിയൻകുഞ്ഞ് എന്നോട് പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ ഓർത്തത്. ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലായത് ഇപ്പോഴാ. അതാ ഞാൻ ഓടി വന്നത്. വന്നപ്പോ കണ്ട കാഴ്ച. എന്നോട് സത്യം പറയാൻ കുഞ്ഞെ, എന്താ ഉണ്ടായത്? എന്താ ഈ കടുങ്കൈ ചെയ്യാൻ കാരണം? ഭദ്രയുടെ നാവിൽ നിന്നല്ല, അനിയന്റെ നാവിൽ നിന്ന് എനിക്കത് കേൾക്കേണ്ടത്. എങ്കിലും ഞാനത് വിശ്വസിക്കും. സത്യം എന്നോട് പറയണം. എനിക്കറിയണം. DNA റിസൾട്ട്
വന്നില്ല എന്ന് ഞാൻ പറഞ്ഞു മോനെ. റിസൾട്ട് വന്നു. അതെ, ഒരു സംശയവും വേണ്ട. കുട്ടിയുടെ അച്ഛനും അമ്മയും നിങ്ങൾ രണ്ടുപേരും തന്നെയാണ്. ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ്. എന്തൊക്കെ അനിയമെന്ന് ഞാൻ ഈ കേക്കണേ? തൃച്ചംബരത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാ ഇത്. അതെ, തൃച്ചംബരത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാ. ഈ കാര്യം ലോകം അറിഞ്ഞ ഈ തറവാടിന് തന്നെ അപമാനം. അതാ, അതുകൊണ്ടാണ് എല്ലാം അവസാനിപ്പിക്കാന്ന് ഞാൻ തീരുമാനിച്ചത്. എന്തിനും ഏതിനും ഒരു പരിഹാരമില്ലേ? അനിയും കുഞ്ഞ് വിഷം കഴിച്ച് മരിച്ച ഈ കുടുംബത്തിന് വന്ന അപമാനം മാറുവോ? അനിയും കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാ ആ ഭദ്ര അഖില മേഡത്തിന്റെ മുന്നിൽ വന്ന് നിന്ന് ഇത് അനിയും കുഞ്ഞിന്റെ കുട്ടിയാന്ന് പറയില്ലെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ എന്റെ നന്ദനെ ഇതുവരെ വഞ്ചിച്ചിട്ടില്ല കല്യാണി. അവളെ വിവാഹം ചെയ്തതിനു ശേഷം ഞാൻ ഒരു തെറ്റിലേക്കും പോയിട്ടില്ല. ഇത് കല്യാണത്തിന് മുമ്പ് പറ്റിയൊരു അബദ്ധം. തിരിച്ചറിവില്ലാത്തത് കൊണ്ട് പറ്റിയ അബദ്ധം ഇപ്പോൾ ഇത് എന്റെ ജീവിതം തന്നെ തകർക്കാൻ എന്റെ കൺമുന്നിൽ എത്തിയിരിക്കാം. ഞാനിനി മറ്റുള്ളവരെ മുഖത്തെങ്ങനെ നോക്കുക, എങ്ങനെ സമാധാനത്തോടെ ജീവിക്കുക? ഇപ്പൊ ഞാനൊരു കുറ്റവാളിയാ. ഇനി എനിക്ക് ജീവിക്കണം. എന്തിനാ കല്യാണിനെ രക്ഷിച്ചത്? ജീവിതം ഒരു പരീക്ഷണമല്ല ഇനി മുന്നേ. ചിലപ്പോ ആഗ്രഹിക്കുന്ന ഒന്നും സംഭവിക്കില്ല. മറ്റു ചിലപ്പോ ആഗ്രഹിച്ചതെല്ലാം കൂടി ഒരുമിച്ച് സംഭവിക്കും. എന്തു വന്നാലും വരുന്നിടത്ത് വെച്ച് കാണാവുന്ന ചിന്താഗതി മാത്രം മതി ജീവിക്കാനും വിജയിക്കാനും. അതിന് ആത്മഹത്യ ഒരു വഴിയല്ല. ആത്മഹത്യ ചെയ്താൽ ഈ പ്രശ്നം തീരില്ലെന്ന് മാത്രമല്ല, നാട്ടുകാർ മുഴുവൻ ഇത് അറിയുകയും ചെയ്യും. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട കല്യാണം? അല്ല, ബ്രോയോട് പറഞ്ഞാലോ? വേണ്ട, വല്യൊന്നിനോട് ഇപ്പൊ പറയണ്ടെന്നാ എന്റെ അഭിപ്രായം. പിന്നെ ഞാൻ എന്താ ചെയ്യാ? മുൻവിധിയോടെയല്ല, മുന്നറിവോടെ വേണം ഏത് പ്രതിസന്ധിയും സമീപിക്കാനും ഇടപെടാനും. അനിയും കുഞ്ഞ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭദ്രയും തെറ്റ് ചെയ്തിട്ടുണ്ട്. അനിയും കുഞ്ഞ് അവളോട് സംസാരിക്കണം. അവൾ അന്ന് വരാതെ ഇന്ന് ആ കുഞ്ഞിനെ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് വേറെ എന്തോ ഒരു ആവശ്യമുണ്ട്. പണമാണ് അവൾക്ക് ആവശ്യമെങ്കിൽ അവൾക്ക് പണം കൊടുത്ത് ഒഴിവാക്കണം. ഞാൻ പറഞ്ഞില്ലേ അനിയും കുഞ്ഞ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ തെറ്റ് ചെയ്തവളാണ് ഭദ്രയും. നിങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ പരിഹാരം കാണാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ സംസാരിക്കുമ്പോ അവളുടെ വരവിന്റെ ഉദ്ദേശം അറിയാൻ ശ്രമിക്കണം. ഇത് മാത്രമല്ല, മറ്റെന്തോ ദുരുദ്ദേശം അവൾക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ചെന്ന് സംസാരിക്കേ. ഇതുപോലെ അബദ്ധമൊന്നും കാണിക്കാതെ ഒന്ന് ചെന്ന് സംസാരിക്കേ. ഈ ഏട്ടത്തെ പറയുന്നത് അനിയും കുഞ്ഞ് അനുസരിക്കുമെന്നാ എന്നെ വിശ്വാസം.
എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം തന്നിട്ടുണ്ട്. എന്നിട്ടും ഏതു നേരവും ഉത്കണ്ഠ, ആലോചന. എന്താകല എങ്ങനെ? അതല്ല കൃഷ്ണേട്ടാ, ആ ഭദ്രയുടെ കുഞ്ഞിനെ കാണുമ്പോ മനസ്സിലൊരു തേങ്ങൽ. മക്കളുടെ കുഞ്ഞുങ്ങളെ താലോലിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഇതുവരെ ഉണ്ടായില്ലല്ലോ. വാസ്തവമാണ് അഖില ഇപ്പൊ പറഞ്ഞത്. പ്രായപൂർത്തിയായ 2 മക്കൾ. ആനന്ദിന്റെ കാര്യം ഇവിടെ അവന്റെ വിവാഹം നടന്നിട്ടില്ലല്ലോ. അരവിന്ദ് വിവാഹം കഴിച്ചിട്ട് ഇത്രയും നാളായിട്ടും പേരക്കുട്ടിയെ ഓമനിക്കാനുള്ള ഭാഗ്യം നമുക്കില്ലാതെ പോയല്ലോ. അതായിരിക്കും എന്റെ ജാതകവതി. ഒരപ്പനായിട്ട് മരിക്കാനുള്ള ഭാഗ്യം ഈ ജന്മത്തിനിക്കില്ലായിരിക്കും. എന്താ കൃഷ്ണേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതല്ല അഖില, ഏത് നിമിഷവും നിശ്ചലമായേക്കാവുന്ന ഹൃദയമായല്ലേ ഞാനിങ്ങനെ നടക്കുന്നു. യാത്ര പോകുന്ന വഴിക്കോ തൃച്ചമ്പലത്ത് വെച്ചോ രാത്രിയിലോ പകലോ ഏത് സമയത്തും ഏത് സ്ഥലത്ത് വെച്ചും റിപ്പയറായ എഞ്ചിൻ നിന്നു. നല്ല അഭിനേതാക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം കഥാപാത്രമായിരിക്കുമ്പോൾ മരിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഒരു പേരക്കുട്ടിയുടെ കളിയും ചിരിയും കണ്ട് അതിനെ താലോലിച്ച് നിറഞ്ഞ മനസ്സോടെ യാത്രയാവണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. വേണ്ട കൃഷ്ണേട്ടാ. കൃഷ്ണേട്ടന് ശേഷം അഖിലയ്ക്ക് ഒരു ജീവിതം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ കൃഷ്ണേട്ടന്? ഞാൻ ഒരു നിമിഷം ഒരു വിഷമം പറഞ്ഞപ്പോ എന്നെ കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ കൃഷ്ണേട്ടൻ പറയുന്നത്. കൃഷ്ണേട്ടനില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. അതുകൊണ്ട് അത്തരം അശുഭകാര്യങ്ങളൊന്നും പറയണ്ട. എനിക്കതൊന്നും താങ്ങാനാവില്ല. യാഥാർത്ഥ്യങ്ങളെ കണ്ടറിഞ്ഞില്ലേ പറ്റുമില്ല. ഓർക്കാപ്പുറത്തുള്ള ഷോക്ക് നിന്നെ വീഴ്ത്തിക്കളയാതിരിക്കാൻ വേണ്ടി പറഞ്ഞത്. ഒരുപാട് കുടുംബങ്ങളെ നോക്കുന്നില്ലേ കൃഷ്ണേട്ടാ നമ്മള്? അതുകൊണ്ട് അത്ര വേഗം ദൈവം നമ്മളെ കൈവിടില്ല. അധികം വൈകാതെ ഞാൻ അച്ഛമ്മയും കൃഷ്ണേട്ടൻ അപ്പൂപ്പനുമാവും. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നന്ദനയുടെ അമ്മയെ ഞാനൊന്ന് വിളിച്ചു വരുത്താൻ പോവാ. ആരെ? മഹേശ്വരി? അതെ, മഹേശ്വരിയെ തന്നെ. അതിനായി എന്തെങ്കിലും ചികിത്സ വേണമെങ്കിൽ അത് ചെയ്യണം. അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ അമ്മായിയമ്മയെക്കാളും നല്ലത് പെറ്റമ്മ തന്നെയാ. ചികിത്സയൊന്നും വേണ്ടെങ്കില് അതൊന്നുമല്ല കാര്യം. തൃച്ചമ്പരത്തെ ഏട്ടന്റെ കുട്ടി ആദ്യം പിച്ച വെച്ച് നടക്കണം. അത് കഴിഞ്ഞ് അരവിന്ദിനും നന്ദനയ്ക്കും കുഞ്ഞുണ്ടാകാവും. അങ്ങനെ ഒരു തീരുമാനം അരവിന്ദ് എടുത്തിട്ടുണ്ടല്ലോ. അതൊരു കരാറാണ്. ഏട്ടനെ ഒരിടത്തും 2ാം സ്ഥാനത്താക്കാൻ അനുവദിക്കില്ല. എടുത്ത തീരുമാനം നല്ലതിനാണെങ്കിലും അതിൽ വിഷമിക്കുന്നത് നമ്മളല്ലേ കൃഷ്ണേട്ട? ആ ഭദ്രയുടെ കുട്ടി അതിനെടുത്ത് ഓമനിക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു ഫീല്. അരവിന്ദിന്റെ കുട്ടിയെ കാണുന്ന പോലെ. ആ കുഞ്ഞിന്റെ കുസൃതിത്തരങ്ങൾ കാണുമ്പോ എനിക്ക് കുട്ടിക്കാലത്ത് അരവിന്ദിനെ ഓർമ്മ വരുന്നു. അരവിന്ദിന്റെ കുട്ടി എന്റെ ഉദരത്തിൽ വളരുന്നു എന്ന സത്യം. എന്താ കല്യാണി ഇത്? സൂക്ഷിക്കണ്ടേ? ചൂട് ചായയല്ലേ, ദേഹത്തെങ്ങാനും വീണല്ലോ. പോട്ടെ കൃഷ്ണേട്ട, സാരമില്ല. കല്യാണിക്ക് ഇങ്ങനെ സംഭവിക്കാറില്ലല്ലോ. സോറി മാഡം. നന്ദനയുടെ അച്ഛനാ നാരായണൻ. ഹലോ ഹലോ.
ഞാനാണ് നാരായണൻ. മനസ്സിലായി. പറയൂ നാരായണൻ. ഒന്നുമില്ല, നന്ദന വിളിച്ചിരുന്നു. ബാംഗ്ലൂർ പ്രോഗ്രാം ഇന്ന് തീരും. ഉം. മടക്കയാത്ര എപ്പോഴാണെന്ന് പറഞ്ഞില്ല. നേരെ ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ എന്ന് എനിക്കറിയില്ല. സന്തോഷം. ഇങ്ങോട്ട് തന്നെ വരട്ടെ നാരായണ, ഞങ്ങളുടെ മോളല്ലേ. ഇപ്പോ ഞാനും അഖിലയും കൂടെ അവളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അവളെ കൊണ്ടാക്കാൻ എനിക്കങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. ബിസിനസിന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കണമല്ലോ. അതുകൊണ്ട് ഒരു മിനിറ്റ് പോലും മാറി നിൽക്കാൻ പറ്റില്ല. അത് സാരമില്ല, ഞങ്ങളും ബിസിനസ് ചെയ്യുന്നവരല്ലേ. ശരി, നന്ദന എപ്പോ തിരിക്കുമെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ഓക്കെ, ബൈ. അഖില, നന്ദന വരുന്നു. ഈ കല്യാണിയെ കൊണ്ട് തോറ്റു. സർ, സോറി സോറി സർ. സാരമില്ല. എന്താ അരവിന്ദ്, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്ന എന്താ? പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറയേ. നീ എന്നെ തേടി വന്നതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. പക്ഷെ കുറെ കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ നീ ഇപ്പൊ എന്റെ ഭാര്യയാവുമായിരുന്നു. ഞാനീ പറഞ്ഞ സത്യ. അമ്മയുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ നന്ദനെ വിവാഹം കഴിച്ചത്. ഇണക്കവും പിണക്കവും മാത്രമായിരുന്നു ഇത്രയും നാളും. ഇപ്പോഴാണ് അന്യോന്യം അറിഞ്ഞ് സ്നേഹിച്ച് ജീവിക്കാൻ തുടങ്ങിയത്. ഈ അവസ്ഥയിൽ ഒരു സുപ്രഭാതത്തിൽ നീ വന്ന് നിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനാന്ന് പറഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നിന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ ദുഃഖമുണ്ട്. പക്ഷെ എന്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കണം. ഞാനൊരു വലിയ ആപത്തിന് ബദലെ നേരിടുന്നേ. ഞാനും നീയും തമ്മിലുള്ള ഈ വിഷയം അമ്മ അറിഞ്ഞാ പിന്നെ ഞാനോ അമ്മയോ ഒരാളെ തൃച്ചമ്പരത്തുണ്ടാവുക.